നമ്മളൊരു കാളാഞ്ചിയെ പിടിക്കൽ മത്സരം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ മത്സരത്തിൽ വിജയ് ഈ കാളാഞ്ചിയെ പിടിച്ചവരായിരിക്കും എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കാളാഞ്ചിയെ കിട്ടിയ ഇന്നേ ദിവസം തന്നെ ഈ കാളാഞ്ചിയെ കിട്ടിയപ്പോൾ മൈൻഡ് മാറിയാട്ടോ. ഇനിയും കിടക്കുന്ന ദിവസം ഇനി എന്തൊക്കെ എത്ര വലുപ്പമുള്ള കാളാഞ്ചിയെ കാണാനായിട്ട് കിടക്കുകയാണ്. നമ്മുടെ കാളാഞ്ചിയെ പിടിക്കൽ മത്സരം ഉണ്ടായിരുന്നല്ലോ, അതിനായിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള കാളാഞ്ചി ഇതാണ്ട. ഭാഗ്യമല്ല, ഇവിടെ കഴിവാണ് പ്രധാനം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിപ്പമുള്ള കാളാഞ്ചിയെ പിടിക്കൽ എന്ന് പറഞ്ഞെങ്കിൽ അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നോക്കി നോക്കുക. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും വലിപ്പമുള്ള കാളാഞ്ചി എന്ന് പറയുന്നത് ഈ കാണുന്ന 14,350. അപ്പൊ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പതിവ് പോലെ നമ്മുടെ എല്ലാ ദിവസത്തെ പോലെയും നമ്മുടെ മറ്റുള്ള കടകളിലോട്ട് കൊണ്ടുപോകാനുള്ള മീനൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പാഞ്ചി ബാബു വന്നത്. അപ്പോൾ ഈ ദിവസങ്ങളായിട്ട് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ചൂണ്ടക്കാളാഞ്ചികളും ചീനവലയിൽ കിട്ടിയ കാളാഞ്ചികളും. അങ്ങനെ അതിലൊരു കാളാഞ്ചി കേട്ടോ പാഞ്ചി ബാബുവിന്റെ കയ്യിലുള്ളത്. അപ്പൊ എത്രയാണ് തൂക്കം നോക്കിയൊന്നു? ഓ, 6-8 അല്ലേ? 600 രൂപ. അപ്പൊ ഇത് വലിയ ഓർഡർ ഉണ്ടല്ലേ? അപ്പോൾ ഈ കാളാഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർഡർ ഉള്ളതാണ്. അതായത് നമ്മുടെ വലിയ പറമ്പിലുള്ള കടയിലത്തെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള കാളാഞ്ചിയാണ് പാഞ്ചാബിന് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാളാഞ്ചി വിശേഷങ്ങൾ മാത്രമല്ല, നമ്മുടെ കടകളിൽ വന്ന മീനും ചെമ്മീനും ഞണ്ടിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മുടെ കടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വന്ന മീൻ എന്ന് പറഞ്ഞാൽ പൂമീനായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചാക്കോച്ചേട്ടൻ പൂമീനെ കട്ട് ചെയ്യുന്ന ഒരു രംഗമാണ് ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടേട്ടോ. അതായത് കട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടത്. പിന്നെ നമ്മുടെ കടയിൽ എന്ന് വെച്ചാൽ ഇന്ന് കക്കിറച്ചി ഉണ്ടായിരുന്നു. കക്കിറച്ചിയുടെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് കിലോയ്ക്ക് വിൽക്കണ വില, അതായത് ഈ വലുപ്പമുള്ള കക്കിറച്ചിയുടെ വില 240 ആയിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ 7 മണിക്ക് മുൻപായിട്ട് നമ്മളുടെ എല്ലാ ബ്രാഞ്ചുകളിലോട്ടുള്ള മീനൊക്കെ സെറ്റാക്കിയിട്ട് വണ്ടിയിൽ കയറ്റിയിട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീനാണ്ടത് കാളാഞ്ചിയാണ് നമ്മുടെ ആൻസിന് എടുത്തുകൊണ്ട് പോയത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് ഏറ്റവും വലിപ്പമുള്ള മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാളാഞ്ചി ആയിരുന്നില്ല, അത് ഓലക്കുടിയായിരുന്നു. ആ മീനാണ് നമ്മുടെ ചാക്കോച്ചേട്ടൻ വെട്ടണത്. പിന്നെ നമ്മുടെ അനിത ചേച്ചി വെട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ അത് പിലോപ്പി, നമ്മുടെ അംബിക ചേച്ചി ക്ലീൻ ചെയ്യുന്ന മീൻ എന്ന് പറഞ്ഞാൽ അത് കണമ്പുമായിരുന്നു. കണമ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള നാടൻ കണമ്പ് തന്നെയായിരുന്നു. അറിയാലോ, നാടൻ കണമ്പൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വളരെ റെയറാണ് ഈ ഒരു സമയത്ത്. പിന്നെ എന്ന് പറഞ്ഞാൽ പിലോപ്പി, ഈ ഒരു സൈസ് വരുന്ന പിലോപ്പി നമ്മൾ വിറ്റ് വില എന്ന് പറഞ്ഞാൽ 160 അല്ലെങ്കിൽ 150 രൂപയ്ക്കായിരുന്നു. പിന്നെ ഈ ഒരു സൈസ് വരുന്ന പൂമി നമ്മൾ വിറ്റതെന്ന് പറഞ്ഞാൽ 200 അല്ലെങ്കിൽ 240. അതായത് വലിപ്പം അനുസരിച്ച് പൂമീൻ്റെ എല്ലാ മീനിൻ്റെയും വിലയിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഈ പൂമീനും പിലോപ്പിയും അതിരാവിലെ തന്നെ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൂമീനും പിലോപ്പി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പൂമീൻ നമ്മുടെ ചാക്കോച്ചേട്ടൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെതുമ്പലായിരിക്കും, വലിയ കട്ടിയില്ലാത്ത ചെതുമ്പലാണ്. അന്നിരുന്നാലും അത്യാവശ്യം കത്തി ഉപയോഗിച്ചത് ഈ കാണുന്ന പോലെ ചെത്തിയില്ലെങ്കിൽ മീൻ വൃത്തിയാവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാക്കോച്ചേൻ്റെ കയ്യിലിരിക്കുന്ന കത്തി എന്ന് പറഞ്ഞില്ല, അത് ബ്ലേഡ് കത്തിയാണ്. പ്രത്യേകമായിട്ട് നമ്മൾ പറയിച്ച് ഉണ്ടാക്കി എടുക്കുന്ന കത്തികളാണ് ഈ ഒരു ടൈപ്പ് കത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പെഷ്യലായിട്ട് നല്ല നാരൻ ചെമ്മീൻ ഉണ്ടായിരുന്നു. ഈ ഒരു സൈസ് വരുന്ന ചെമ്മീൻ നമ്മളിന്ന് വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 380 രൂപയ്ക്കായിരുന്നു. അപ്പോഴാണ് ഇന്ന് ആദ്യമായിട്ട് ഒരു വലിയൊരു കാളാഞ്ചി കിട്ടുന്നത്. നമുക്ക് ഈ ഒരു മീനെ നമുക്ക് ഇന്ന് നമ്മുടെ കടയിൽ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും പ്രൈസ് കൊണ്ടുപോകുന്ന മീൻ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാളാഞ്ചിയുടെ തൂക്കം നിങ്ങൾ തന്നെ കണ്ടു നോക്കട്ടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചീനവലയിൽ കിട്ടിയ കാളാഞ്ചിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചീനവലയിൽ കിട്ടിയ കാളാഞ്ചിയാണ്. അതിനാണ് നമ്മുടെ ചാക്കോച്ചേട്ടൻ പിടിച്ച് നിൽക്കുന്നത്. കണ്ടില്ല, അതിന് ഇപ്പോഴും ജീവനുണ്ട്. അങ്ങനെ ചാക്കോച്ചേട്ടൻ തന്നെ അതിനെ ത്രാസിലേക്ക് എടുത്ത് വെച്ചപ്പോഴാ 14,400 തൂക്കുള്ളൊരു അടിപൊളി ചീനവലയിൽ കിട്ടിയ കാളാഞ്ചിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ വിചാരിച്ച് ഇതായിരിക്കും മിക്കവാറും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതലായി നമ്മൾ മത്സരം പ്രഖ്യാപിച്ചിട്ട് അപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു വലിയൊരു കാളാഞ്ചി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാളാഞ്ചിയായിരിക്കും ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ പറയാട്ടെ അത് പതിയെ. പിന്നെ നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റ് പോയൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ അത് ചെമ്മീനായിരുന്നു. അപ്പോൾ അതായത് നമുക്ക് ഇഷ്ടംപോലെ ഓർഡർ ഉണ്ടായിരുന്നു ചെമ്മീൻ്റെ. പല വലിപ്പത്തിലുള്ള ചെമ്മീൻ നമ്മുടെ കടയിൽ അവൈലബിൾ ആയിരുന്നു. 200 രൂപ മുതൽ 380 രൂപയുടെ വലിയ ചെമ്മീൻ വരെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ടൈഗർ പ്രോൺസ് വരെ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 650 വലിപ്പമുള്ളതിന്. പിന്നെ ഞണ്ടാണെങ്കിൽ 200 രൂപയുടെ ഞണ്ട് മുതൽ നമ്മുടെ കടയിൽ നിന്ന് അവൈലബിൾ ആയിരുന്നു. 200 രൂപയുടെ പിന്നെ 300 രൂപയുടെ ഞണ്ടുണ്ട് നമ്മുടെ അനിത ചേച്ചി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ വെച്ചാൽ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് നമ്മുടെ കടയിൽ ഇഷ്ടം പോലെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടം പോലെ ഞണ്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്തോട്ടാ. അപ്പോൾ നമ്മുടെ കാളാഞ്ചിയെ പിടിക്കൽ മത്സരം ഉണ്ടായിരുന്നല്ലോ, അതിനായിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള കാളാഞ്ചി ഇതാണ്ട. 12,400 ചീനവലയിൽ കിട്ടിയ കാളാഞ്ചി. അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി നോക്കാം ആർക്കാണ് ഭാഗ്യമുള്ളതെന്ന്. ഭാഗ്യമല്ല, ഇവിടെ കഴിവാണ് പ്രധാനം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിപ്പമുള്ള കാളാഞ്ചിയെ പിടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നോക്കി നോക്കാം ആർക്കാണ് ഫസ്റ്റ് അടിക്കണേന്നാ. അരക്കിലോ അറസ്റ്റ് എഴുതിക്കുന്നത് ആ പീസ് മതിയാ
പിന്നെ ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടർ, പിരാന അല്ലെങ്കിൽ റെഡ് ബെല്ലി എന്നൊക്കെ പേര് നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും പല പേരുകളാണ് വിളിക്കുന്നത്. ഓരോ നാട്ടിൽ തന്നെ പല പേരുകളുണ്ട്. ഈ മീൻ വളർത്തി മീനുണ്ട്. നമ്മൾ ഈ ഒരു മീൻ നമ്മൾ കിലോയ്ക്ക് വിൽക്കണ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 രൂപയ്ക്കാണ്. കൂടുതൽ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഫാം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാനൊക്കെ കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്ന ഒരു മീനാണിത്. പിന്നെ കറി വയ്ക്കാൻ വറ്റിക്കാനൊക്കെ നല്ലൊരു മീനാണ്. പിന്നെ എന്താ വെച്ചാൽ ചെറിയൊരു മുള്ളുണ്ടെന്ന് പറയാണ്ട് ഞാൻ ഇതുവരെ എന്തായാലും ഈ മീൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഈ താഴ്ന്ന് കമൻറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലായിട്ടും ഇത് റെസ്റ്റോറൻറ്റുകളിലോട്ടാണ് കൊടുക്കുന്നത്. അതായത് റെസ്റ്റോറൻറ്റുകാരാണ് നമ്മളുടെ അടുത്ത് കൂടുതലായിട്ട് ഈ ഒരു മീൻ ആവശ്യപ്പെട്ടിട്ട് വരാറുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സിന് പരമാവധി വില കുറച്ച് കൊടുക്കാൻ പറ്റിയ മീൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാനായിട്ട് പറ്റിയ മീൻ എന്ന് പറഞ്ഞാൽ നെയ്യുള്ള മീനുകളായിരിക്കും, കാളാഞ്ചി, ചെമ്പല്ലി പോലുള്ള മീനുകളൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ പറഞ്ഞെങ്കിൽ നല്ല വിലയുണ്ട്. ഇപ്പോൾ കാളാഞ്ചിയുടെ വില എന്ന് പറഞ്ഞാൽ 600, ചെമ്പല്ലിക്കാണെങ്കിൽ 1 കിലോ ഉള്ളതൊക്കെ ആണെങ്കിൽ 700 രൂപ വിലയുണ്ട്. അപ്പോൾ ഈ ഒരു മീൻ എന്ന് പറഞ്ഞാൽ 200 രൂപയേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ള മീനായതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കൊക്കെ നല്ലപോലെ അഫോർഡബിൾ ആയിരിക്കും ഈ മീൻ. അതേപോലെ തന്നെ പൂമീൻ്റെ കേസും അത് തന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റുകാരൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുപോകാറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള മീനാണ്, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ് പൂമീൻ്റെ പ്രത്യേകത. അപ്പോൾ പൂമീനും നമ്മുടെ റെഡ് ബെല്ലി, പിരാനയൊക്കെയാണ് നമ്മൾ കടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റുകാർ വാങ്ങിച്ചിട്ട് പോകാറുള്ളത്. പിന്നെ പിലോപ്പിയാണ് അതിലുള്ള വേറൊരു മീനാണ് റെസ്റ്റോറൻറ്റുകാർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന മീൻ. അല്ലെങ്കിൽ കറിക്കാണെന്നുണ്ടെങ്കിൽ കേര അല്ലെങ്കിൽ പൂമീൻ ആയിരിക്കും. പിന്നെ വറക്കാനൊക്കെ ആണെങ്കിൽ നമ്മുടെ പിലോപ്പി അല്ലെങ്കിൽ ഈ കാണുന്ന പോലത്തെ നട്ടർ അല്ലെങ്കിൽ പിരാന എന്നൊക്കെ പറയുന്ന മീനായിരിക്കും. കണ്ട ഇപ്പോഴും നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ റൂമിൽ കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന മീനെല്ലാവരും തൂക്കിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ട് അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തൂക്കിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കണ്ട കാളാഞ്ചി എന്ന് പറഞ്ഞാൽ 12,400 ആണെങ്കിൽ ഈ ഒരു കാളാഞ്ചിയുടെ തൂക്കം നിങ്ങൾ നോക്കി 14,300 മേലെ തൂക്കുള്ള ഒരു ചൂണ്ടയിൽ കിട്ടിയ കാളാഞ്ചിയാണെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കും. പക്ഷേ സംഭവം സത്യമാണ്. ഇത് നമുക്ക് ഇന്ന് നമ്മുടെ കടയിൽ കൊണ്ടുവന്ന ഒരു ടീം കൊണ്ടുവന്ന കാളാഞ്ചിയാണ് 14,300 തൂക്കുള്ള കാളാഞ്ചി. അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലുപ്പം പോകുന്ന കാളാഞ്ചി ഈ കാണുന്നുണ്ട്. അതായത് നമ്മുടെ മത്സരം തുടങ്ങിയതിന് ശേഷം നമുക്ക് കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലുപ്പമുള്ള കാളാഞ്ചി ഈ കാണുന്ന 14 കിലോയ്ക്ക് മേലെ തൂക്കുള്ള ഒരു കാളാഞ്ചി. അപ്പോൾ ഇനിയും കിടക്കുന്ന ദിവസങ്ങൾ ഇന്നിപ്പോൾ ഏപ്രിൽ 7 ആണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 30 വരെ സമയമുണ്ട് നമുക്ക്. അതായത് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചിട്ട് വരാനായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അടുത്ത കാളാഞ്ചി വലുപ്പമുള്ള കാളാഞ്ചി ഏതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഫിഷ് ടാങ്കാണ് ഈ കാണുന്നത്. അപ്പോൾ രാവിലെ ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടായിരുന്നു, കാളാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകിട്ട് ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും അതിലുള്ള മീനൊക്കെ കഴിഞ്ഞു. അതേപോലെ തന്നെ ഒരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കാളാഞ്ചിയാണ് ഈ വെട്ടണട്ടെ. ഏകദേശം ഒരു 1 കിലോ തൂക്കം വരുന്ന ഒരു കാളാഞ്ചിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളുടെ കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് റൗണ്ട് പീസായിട്ടാണ് ഈ കാളാഞ്ചി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാളാഞ്ചി അത് കട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1,700 തൂക്കുള്ള ഒരു കാളാഞ്ചിയാണ്. ഇതും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ചെതമ്പല് ചെത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ഫിഷ് തന്നെയാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാളാഞ്ചിയൊക്കെ പ്രിഫർ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നെയ്യായിരിക്കും. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ബുക്ക് പോലെയൊക്കെ തുറന്ന് ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് ഈ കാണുന്ന പോലെ മുറിച്ചിട്ട് പകുതിക്ക് വെച്ച് മുറിച്ച് ബുക്ക് പോലെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഗ്രില്ല് ചെയ്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല അടിപൊളിയായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളാരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആർക്കെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പറ്റിയ ഫിഷ് ഏതാണെന്ന് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കാളാഞ്ചിയാണ് സജസ്റ്റ് ചെയ്യുക. കാളാഞ്ചി അല്ലെങ്കിൽ ചെമ്പല്ലി ഏറ്റവും ബെറ്റർ മീനുകൾ അതായിരിക്കും. പിന്നെ കുറച്ചുകൂടിയും അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ നട്ടർ, അതായത് പിരാന അല്ലെങ്കിൽ പിലോപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാനായിട്ടും പൊള്ളിക്കാനൊക്കെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കാളാഞ്ചി ഇത് 600 തൂക്കം വരുന്ന ഒരു കാളാഞ്ചി കേട്ടോ. അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് ഏറ്റവും അവസാനമായിട്ട് ഏകദേശം ഒരു 6 മണി 6:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എടുത്ത മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ എടുത്തേക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ 2 കസ്റ്റമറായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള മീനായതുകൊണ്ട് തന്നെ 2 പങ്കായിട്ട് കട്ട് ചെയ്താണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. 2 പങ്ക് എന്ന് പറയുമ്പോൾ ഒരു വാൽഭാഗമായാലും തലഭാഗമായാലും 2 പേർക്കും ഒരേപോലെ വരുന്ന രീതിയിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ കാളാഞ്ചികളെ കുറിച്ചുള്ള വിശേഷമായിരുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതിൽ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.